ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്നു. അതിനിടയിൽ സമാധാന പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പുതിയ ഗസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണിക്ക് അറബ് രാജ്യങ്ങൾ വഴങ്ങുമോ? ഗസ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഗസ വെടിപ്പാകണമെങ്കിൽ അവിടെ നിന്ന് ഫലസ്തീനികളെ മുഴുവൻ ഒഴിപ്പിക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. ജോർദാനും ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നേരത്തെ തന്നെ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി ആശയവിനിമയം നടത്തുന്നതായും ട്രംപ് പറയുന്നു. അബദ്ധത്തിൽ ഒരിക്കൽ പറഞ്ഞു പോവുകയല്ല, പിന്നെയും ട്രംപ് ഇക്കാര്യം ആവർത്തിക്കുന്നു. ജോർദാനും ഈജിപ്തും ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ അത് ചെയ്യും, അവർക്കത് ചെയ്യേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നു. ജോർദാൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവന ഈ യോഗത്തിന് പിന്നാലെ വരികയും ചെയ്തു. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കുകയോ കുടിയിറക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രമത്തെയും ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഈ പ്രസ്താവന പറയുന്നത്. ട്രംപിൻ്റെ പദ്ധതിക്കെതിരെ ഈജിപ്തിൽ അസാധാരണമായ ഒരു പ്രതിഷേധ പ്രകടനവും നടന്നു. സിസിയുടെ ഭരണത്തിൽ ബഹുജന പ്രകടനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഗസ അതിർത്തിയിൽ നടന്ന ഈ പ്രകടനം സർക്കാർ തന്നെ സ്പോൺസർ ചെയ്തതാണ് എന്നാണ് കരുതുന്നത്. ഒരു നിലക്കും ഗസക്കാരെ ഈജിപ്തിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് ഈജിപ്ത് പറയുന്നത്. ജോർദാൻ രാജാവും ശക്തമായി ഇതേ ആശയം അമേരിക്കയുടെ മുമ്പിൽ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൊളംബിയക്കും മെക്സിക്കോക്കും സ്വന്തം ചേരിയിൽപ്പെട്ട കാനഡയ്ക്കുമെതിരെ പ്രയോഗിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെയും നികുതിയുടെയും വടി ഈ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് പ്രയോഗിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ UAEയും സൗദിയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ നിലപാടെടുക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു. സൗദിയെ കൂടി ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്യിപ്പിക്കാനാണ് നെതന്യാഹുവും ട്രംപും ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നെതന്യാഹു പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നതും. പക്ഷേ ഗസയെ തൊട്ടാൽ വീണ്ടും ഒരു ഫലസ്തീൻ നക്ബക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണ് എന്ന് വന്നാൽ അത്തരം സ്വപ്നങ്ങളെല്ലാം പൊളിയും. നിലവിൽ ഇസ്രായേലുമായി ബന്ധം നോർമലൈസ് ചെയ്തിട്ടുള്ള ഈജിപ്ത്, ജോർദാൻ, UAE എന്നിവർക്കും പുനരാലോചന നടത്തേണ്ടി വരും. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ അമേരിക്കയിൽ ശതകോടി ഡോളറുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ പുതിയ ഭരണകാലത്ത് സൗദി അറേബ്യ $600 ബില്യൺ കൂടി നിക്ഷേപിക്കാനുള്ള താൽപ്പര്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന് ഇതിനേക്കാളെല്ലാം പ്രധാനം സയനിസ്റ്റ് താൽപ്പര്യം ആണോ എന്നാണ് വരും ദിവസങ്ങളിൽ അറിയാനുള്ളത്. ഏതായിരുന്നാലും ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ച നേതാവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവാണ്. ഈ വിഷയങ്ങൾ തന്നെയാണ് ട്രംപ് നെതന്യാഹു ചർച്ചയുടെ ഭാഗമാകുന്നതും. ഗസ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ട ആഴ്ചയാണിത്. ട്രംപിൻ്റെ ഈ പദ്ധതി പ്രഖ്യാപനം തീർച്ചയായും ഈ വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടത്തെ ബാധിക്കും. അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനത്തിന് ഈ നയം തടസ്സമാകുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ആദ്യത്തേതിനേക്കാൾ സങ്കീർണവും സ്ഫോടനാത്മകവുമായിരിക്കും.